SIRന്റെ ഭാഗമായുള്ള ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളെന്ന് CPM ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേരിട്ട് ക്രമക്കേടിന് നേതൃത്വം നൽകുന്നുവെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ നെട്ടിശ്ശേരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ കേന്ദ്രമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ് വോട്ട് ചെയ്തത്. തൃശൂരിൽ സ്ഥിരതാമസക്കാരനാണെന്ന് പറഞ്ഞ് നെട്ടിശ്ശേരിയിലെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത സുരേഷ് ഗോപി ഇപ്പോൾ ഗുരുവായൂരിലെ 137 ബൂത്തിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിക്ക് ഗുരുവായൂരിൽ ഫ്ളാറ്റുണ്ടെങ്കിലും ഇവിടെ സ്ഥിര താമസക്കാരനല്ലെന്ന കാര്യം മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. കൂടാതെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് ഗുരുവായൂരിൽ വോട്ട് ചേർത്തിട്ടുമില്ല. കേന്ദ്രമന്ത്രിക്ക് പറന്നു നടന്ന് വോട്ട് ചെയ്ത് നിയമലംഘനത്തിനും സുതാര്യമായ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കളമൊരുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കളക്ടർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ സുരേഷ് ഗോപി 137 ബൂത്തിൽ സ്ഥിര താമസക്കാരനല്ലെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലുദ്യോഗസ്ഥർ പ്രത്യേകം ഇടപെട്ടാണ് കേന്ദ്രമന്ത്രിയുടെ വോട്ട് ചേർത്തതെന്നാണ് അറിയുന്നത്. ഇത് പരസ്യമായ നിയമലംഘനമാണെന്ന് ബാലാജി CCTVയോട് പറഞ്ഞു. സ്വാഭാവികമായും ആൾതാമസമില്ലാത്ത സുരേഷ് ഗോപിയുടെ വോട്ടോടെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് BLO അത് ശരിയാകില്ല, അത് പാടില്ല എന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ BLOന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഗുരുവായൂർ വോട്ട് ചേർത്തത് എന്ന് പറയപ്പെടുന്നു. ഒരു രേഖയുമില്ലാതെ അല്ലെങ്കിൽ തന്നിഷ്ടം പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർലമെന്റ് കേന്ദ്രമന്ത്രി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് വളരെ ആശങ്കയോടുകൂടിയും അപകട സാധ്യതയോട് കൂടിയിട്ടുമാണ് ജനാധിപത്യ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 50,000-ഓളം വോട്ടുകൾ ഫ്ളാറ്റുകളും ചില വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർക്കപ്പെട്ടു എന്ന് തെളിവുകളോടുകൂടി തന്നെ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. വോട്ടർ പട്ടിക SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വോട്ടർമാരെ അർഹതപ്പെട്ട് ഒഴിവാക്കുകയും അനർഹരെ ചേർക്കുകയും ചെയ്യുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലം വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ വോട്ട് കുറഞ്ഞു പോയി. അന്തിമ വോട്ടർ പട്ടികയായിട്ട് വരുമ്പോൾ ബീഹാർ മോഡലെല്ലാം ഉണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. അതിനിടയ്ക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുരേഷ് ഗോപി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്താമംഗലത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഗുരുവായൂരിലെ ഒരു ഫ്ളാറ്റിൽ വോട്ട് ചേർത്തിരിക്കുകയാണെന്നും ബാലാജി കൂട്ടിച്ചേർത്തു. ഒരു കേന്ദ്ര സഹമന്ത്രി, ഒരു MP അനായാസമായി ഒരു സംവിധാനത്തെ ആകെ അവഹേളിക്കുന്ന രീതിയിൽ ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോരോ സ്ഥലത്ത് വോട്ട് ചേർത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ രീതിക്കെതിരെ CPIMന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് മുഖ്യ ഭരണാധികാരിക്ക് അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ രേഖകളും വെച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു രേഖയുമില്ലാതെ തന്നിഷ്ടം പോലെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആശങ്കാജനകവും ജനാധിപത്യം അപകടത്തിലാക്കുന്നതാണെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.